19 സങ്കീർത്തനത്തിൽ തന്നെ 77-ാമത്തെ വാക്യം വായിക്കാം. 77-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ ജീവിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ, അങ്ങയുടെ നിയമത്തിലാണ് എൻ്റെ ആനന്ദം. എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു ആനന്ദം, അത് ഈശോയുടെ വചനത്തിലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. 92-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 92 മുതൽ ഒരുമിച്ച് വായിച്ചേ. അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ദിവസത്തെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് നോക്കിയേ. ഇന്നലെ സങ്കടങ്ങൾ ഉണ്ടായി, ഇന്ന് വേദനകൾ ഉണ്ടായി, നാളെ ഉണ്ടാവുമായിരിക്കും അല്ലേ? അവിടെ എല്ലാം നമുക്ക് ശക്തിയാവേണ്ട എന്താണ്? വചനം പറയാണ്, എനിക്ക് കർത്താവേ അങ്ങയുടെ വചനം എൻ്റെ ആനന്ദമല്ലായിരുന്നെങ്കിൽ എൻ്റെ കഷ്ടതകളിൽ ഞാൻ തീർന്നു പോയേനെ. ശരിയല്ലേ? നമുക്ക് പിടിച്ചു നിൽക്കാൻ ശക്തി നൽകുന്ന എപ്പോഴും ഈശോയുടെ വചനമാണ്. ഓരോ സിറ്റുവേഷനിലും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ വളരെ സുഗമമായിട്ട് സന്തോഷമായിട്ടൊക്കെ നമുക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴും അങ്ങനെയൊന്നും അല്ല എല്ലാ ദിവസവും. ആണോ? നിങ്ങളൊന്നും മിണ്ടുന്നില്ലോ. അത്ര സുഖമാണോ? അല്ല. ഇതിപ്പോൾ കേട്ടിരിക്കുന്നതിന് അത്ര വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കാര്യങ്ങൾ സംഭവിക്കുക. പക്ഷേ ഈശോയുടെ വചനത്തിന്റെ ആ ഒരു ശക്തി സങ്കീർത്തകൻ പറഞ്ഞു തരികയാണ്, അങ്ങയുടെ വചനം എൻ്റെ ആനന്ദമല്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ ഇല്ലാതായിപ്പോയനെ.